മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി GKSF ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ ശ്രീ മുഹമ്മദ് അനിലാണ്. ശ്രീ മുഹമ്മദ് അനിലിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം നേരത്തെ കയർഫെഡിൻ്റെ MD ആയിരുന്നു, KMML ഉണ്ടായിരുന്നു. ഒരുപാട് രംഗത്ത് പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരികയും പുതിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കേരളത്തിൻ്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ മുഖമുദ്രയായി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. കേരളത്തെ ആഗോളതലത്തിൽ എങ്ങനെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു പുതിയ കേരള ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഭാവനകളും ചിന്തകളും ഉണ്ടാവും. അതിവിടെ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ മുഹമ്മദ് അനിലിന് സ്ട്രെയിറ്റ് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം. GKSF എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ ഗ്ലാമറസ് ആയിട്ടൊരു മേളയെക്കുറിച്ചാണ് എപ്പോഴും മലയാളിക്ക്. കാരണം വരാൻ പോകുന്നത് ഇപ്പോൾ ഡിസംബർ ജാനുവരി എന്നൊക്കെ പറയുന്നൊരു ഫെസ്റ്റിവൽ മൂഡുള്ള സീസണാണ്. ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു, ആഘോഷങ്ങളുടെ സീസണാണ്. ആ സമയത്താണ് ഈ മേളയും വരുന്നത്. അപ്പോൾ പലതരത്തിൽ ഇത് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ നേരിട്ട്, പിന്നീട് വ്യാപാരികളുമായിട്ട് ചേർന്നുകൊണ്ട്, അങ്ങനെ പലതരത്തിലും ഇത് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ GKSFൻ്റെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സവിശേഷത എന്താണ്? ഈ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ താങ്കൾ പറഞ്ഞതുപോലെ പൊതുവിൽ കേരളത്തിലൊരു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവിൽ ഒരു സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു സ്ഥിതിഗതി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പൊതുവിലൊരു ജീവിതം തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് പലപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ സാധാരണ കേരളത്തിനൊരു ഓണക്കാലത്തെ വിപണിയാണ് സാധാരണയുള്ളത്. അത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ് എന്ന് മാത്രവുമല്ല, ആ പീരീഡിനെ പൊതുവെ അറിയപ്പെടുന്നതൊരു മാർക്കറ്റ് ബ്ലീഡിംഗ് എന്നാണ് പറയുന്നത്. വളരെ കുറഞ്ഞ പീരീഡ് കൊണ്ട് ഒരു പ്രോഡക്ട്സ് ആയാലും സെയിൽസ് ആയാലും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം കൂടി വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് കടന്നു പോകുന്നു. അതുകൊണ്ട് മാത്രം നമ്മുടെ ഒരു വ്യാപാര മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഷോപ്പിംഗ് സീസൺ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം, നമുക്കറിയാം ഉൽപ്പാദന മേഖലയിലൊന്നും നമ്മുടെ ഒരു സ്ഥിതി അത്ര ഒരു അനുകൂലമല്ല, ശുഭസൂചകമല്ല. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ടൂറിസമാണ്. അപ്പോൾ ആ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ സീസണിൽ കേരളത്തിലേക്ക് എത്തുന്ന വിദേശ സ്വദേശ ടൂറിസ്റ്റുകളെ നമ്മുടെ കേരളത്തിൻ്റെ വിപണിയുമായി ബന്ധപ്പെടുത്തി ഇതിനെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് GKSFൻ്റെ തുടക്കം. അതായത് ഒരു 7 വർഷമോ 8 വർഷം മുമ്പ്, ഇത് 8ാമത്തെ എഡിഷനിലാണ് തുടങ്ങിയത്. അപ്പോൾ 8ാമത്തെ വർഷത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ഇത് ആരംഭിച്ചത്. ഇത്തവണ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു കറണ്ട് അഫെയർ കൂടി ഇതിനകത്ത് കടന്നു വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓൺലൈൻ മാർക്കറ്റിംഗ് കേരളത്തിൻ്റെ വിപണിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ റീറ്റെയിൽ രംഗത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആരോഗ്യകരമായ വിപണനം, ആരോഗ്യകരമായ ഒരു വിപണി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ടൂറിസം, അതോടൊപ്പം തന്നെ റീറ്റെയിലിങ്ങിൻ്റെ സ്ട്രെങ്തനിങ്, അതോടൊപ്പം നമ്മുടെ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വിലയിൽ, മെച്ചപ്പെട്ട ആനുകൂല്യത്തിൽ, ഒരു ഫെസ്റ്റിവൽ മൂഡിൽ, ഇപ്പോൾ ഒരു വർത്തമാന കാലഘട്ടത്തിലെ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ നടക്കുന്നൊരു പ്രവൃത്തിയാണ്. നമ്മുടെ ആധുനിക രീതിയിലുള്ള മാളുകളിലെല്ലാം എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസും ഫുഡ് കോർട്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ആളുകളെ ക്ഷണിക്കുന്നത്. അപ്പോൾ ആ തരത്തിലൊരു ഫെസ്റ്റിവൽ മൂഡ് കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കി വിപണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്തവണ നമ്മൾ ടൂറിസം വകുപ്പ് നേരിട്ടാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. എല്ലാ വ്യാപാര സംഘടനകളും ഇതിനകത്ത് അണിചേരാനായിട്ട് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്, അതിനെ ക്ഷണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ റീറ്റെയിൽ രംഗം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇത്തവണ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഏതാണ്ട് ഒരു 13.5 കോടിയോളം രൂപയുടെ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ക്യാഷും സ്വർണ്ണ നാണയവുമാണ്. അപ്പോൾ ഈ വാങ്ങുന്ന ഉപഭോക്താവിന് കടയിൽ നിന്ന് തന്നെ അയാൾക്ക് ഡിസ്കൗണ്ടായിട്ടോ അല്ലെങ്കിൽ അധിക സാധനം വാങ്ങുന്നതിലൂടെയോ ലഭിക്കും. മറ്റ് ലോജിസ്റ്റിക്സുകളെല്ലാം കുറയ്ക്കാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡാണ് ഇപ്പോൾ പൊതുവിലെല്ലായിടവും, കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും. ആൻഡ്രോയിഡ് ഫോണുകൾ ധാരാളം, നമ്മളിപ്പോൾ എവിടെ പോയാലും ഏത് ചടങ്ങുകളിൽ പങ്കെടുത്താലും ടച്ച് സ്ക്രീനുകളുടെ ഒരു സ്പർശനത്തിൻ്റെ ലഹരിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ GKSF സീസണിൽ ഞങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പോലത്തെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഐഡിയ ടെലിഫോൺ നെറ്റ്വർക്കുമായി ചേർന്ന് പുറത്തിറക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ രജിസ്റ്റർ ചെയ്ത പ്രീമിയം കടകൾ, അവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ, നമ്മുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ, നമ്മുടെ കേരളത്തിലെ ഷോപ്പിംഗ് സ്ഥലങ്ങൾ, അതുപോലെ ട്രഡീഷൻസ്, കൾച്ചർ, ഫുഡ് ആൻഡ് ഡൈനിങ് അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ മൊബൈൽ ആപ്പിലൂടെ ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി ഈ സീസണിൽ വരുന്ന ഒരു വിദേശിക്കോ അല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസ്റ്റിനോ ഇത് ഡൗൺലോഡ് ചെയ്താൽ ഇപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലുള്ള എൻ്റെയർ ഒരു യാത്ര ചെയ്യുവാനും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ ആദ്യമായ ഒരു ഷോപ്പിംഗ് മാഗസിൻ
ഗവൺമെൻറ് തന്നെ പുറത്തിറക്കുകയാണ്. അത് എത്ര ഇതിലാണ് മാസത്തിലൊരിക്കൽ എന്നുള്ള രീതിയിലാണ്? അല്ല, ഇപ്പം ഞങ്ങൾ ഇത്തവണ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതൊരു തവണ ഇറക്കിയതാണ്. ഈ തവണ ഞങ്ങൾ പരീക്ഷിക്കുകയാണ്. അതൊരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇതൊരു സക്സസ്ഫുൾ ആയാൽ എവരി 3 months. അതിന്റെ മോഡൽ എന്താണ്? ഇപ്പോൾ എയർപ്ലെയിൻസിലൊക്കെ ഇതുണ്ട്, ഇതിന്റെ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് ചെയ്യുന്ന ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടുകളിലും മറ്റുമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലാണ് നമ്മൾ ഇത്തവണ പുതിയ ഒരു അപ്രോച്ച് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനൊരു സാമൂഹ്യാധിഷ്ഠിത കാഴ്ചപ്പാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുന്നു ഗോഡ്സ് ഓൺ കൺട്രി ആൻഡ് പീപ്പിൾസ് ഓൺ ടൂറിസം. ഈ ജനങ്ങളുടെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ജനങ്ങളുടെ സ്വന്തം ടൂറിസം എന്ന തരത്തിൽ ടൂറിസത്തിനെ ഈ കേരളത്തിലെ ജനത ഒന്ന് ഓൺ ചെയ്യേണ്ടതുണ്ട്, ഓണർഷിപ്പായിട്ട് എടുക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നൊരു വരുമാനം തദ്ദേശീയരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ രജിസ്ട്രേഷൻ ആദ്യമായി കുടുംബശ്രീയെ ഞങ്ങൾ പരീക്ഷിച്ചത്. 4.5 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളുടെ ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അവർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കടകളിലും മറ്റും സമീപിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രചരണം നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നു. അതെങ്ങനെയാണ് ഈ കുടുംബശ്രീയെ ബന്ധപ്പെടുന്നത്? പറഞ്ഞാൽ രജിസ്ട്രേഷന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഹോം സ്റ്റേ പോലുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്? അല്ല, രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തവണ അവരെ ബന്ധപ്പെടുത്തിയത്. പക്ഷേ അതിനകത്തൊരു ദീർഘകാലാടിസ്ഥാനത്തിലൊരു വിഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിപണി പരിശോധിച്ചാൽ നമ്മളുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളുടെ ഒരു റെക്കഗ്നൈസബിളായിട്ടുള്ള ഒരു സാന്നിധ്യം, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാന്നിധ്യം ഇപ്പോഴും നമ്മുടെ മാർക്കറ്റുകളിലില്ല. അപ്പോൾ ഒരു വർഷം ഒരു കുടുംബശ്രീയുടെ ഏറ്റവും കുറഞ്ഞ ഒരു 10 പ്രോഡക്ട്സ് എങ്കിലും വളരെ പ്രസൻറ്റബിളായി മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റണം. അപ്പോൾ അവർ ബ്രാൻഡ് ചെയ്തെത്തിക്കാൻ കഴിയണം. അപ്പോൾ ആ തരത്തിൽ എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവരെ കൂടി പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ ടൂറിസം വകുപ്പും കൂടി ഒരു കൈകോർത്ത് പിടിച്ചിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ തുടക്കമാണ് ഇത്തരത്തിൽ കുടുംബശ്രീയെ ഞങ്ങൾ ബന്ധപ്പെടുത്തിയത്. അപ്പം GKSF വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. അതിനെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇതിൻ്റെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ഇത് വലിയ ധൂർത്താണ് എന്നുള്ളതാണ്. പാവപ്പെട്ടവരൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇങ്ങനെ സർക്കാരിൻ്റെ പണം ധൂർത്തടിച്ച് കളയുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ രീതി എല്ലാ കാര്യങ്ങളെയും വിമർശന ബുദ്ധിയോടെ സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള പ്രത്യേകത നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡാണ്. അത്തരത്തിൽ GKSF മാത്രമല്ല കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ പുതിയ കാര്യങ്ങളെയും അത്തരത്തിലാണ് നമ്മൾ പൊതുവിൽ കേരളം സ്വീകരിക്കാറുള്ളത്. GKSFനെ സംബന്ധിച്ചും അത്തരത്തിലൊരു വിമർശനം ഉണ്ടായിരുന്നു. അതിലുള്ളൊരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദുബായിലെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ചില പ്രത്യേക മാളുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ നമ്മളൊരു 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റെക്കഗ്നൈസിബിളായിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ടും ഒരു ടാഞ്ചിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കളിയിക്കവള മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു നെറ്റ്വർക്കിൽ എൻറ്റയറായി നമ്മളൊരു പ്രോഗ്രാം നടത്തുകയാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഒരു തുകയെന്നുള്ള നിലയിൽ നമുക്ക് നോക്കുമ്പോൾ അതൊരു വലിയ എമൗണ്ടായിട്ട് തോന്നും. 25 കോടി അല്ലെങ്കിൽ 40 കോടി 30 കോടി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇതൊരു വലിയ ദൂരത്തല്ലേ എന്ന് തോന്നും. പക്ഷേ ഈ എൻറ്റയർ സ്ട്രെച്ചിൽ ഇത് കവർ ചെയ്ത് ഇത്രയും ഒരു മെസ്സേജ് നമ്മൾ എത്തിക്കേണ്ടി വരുന്നത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കുമ്പോൾ അത് അത്ര വലിയൊരു തുകയൊന്നും ആവില്ല. പിന്നെ എന്ന് മാത്രവുമല്ല, ഇപ്പോൾ നമ്മൾ തുടക്ക സമയത്ത് പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇതിനൊരു മോഡലില്ല, ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള ഒരു മാതൃകയില്ലാതാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതും നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ പലതും നമ്മൾ പരീക്ഷിച്ചു തിരുത്തി പോവുകയാണ്. ഇപ്പോൾ സീസൺ 8 എത്തുമ്പോൾ ഗവൺമെൻറ് ഗ്രാൻറ്റ് വെറും 10 കോടി രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ബാക്കി വരുന്ന 25-30 കോടി രൂപ നമ്മൾ മറ്റ് സോഴ്സുകളിൽ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രവുമല്ല, നമ്മുടെ സമ്മാനവും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനവും ഒഴിച്ചുള്ള ബാക്കി മുഴുവൻ ചെലവുകളും നമ്മൾ സ്പോൺസർഷിപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ ലിങ്കേജിലൂടെ, ഇപ്പോൾ കൈരളി ആയാലും പിന്നെ അതുപോലെ തന്നെ കയർ ബോർഡ് ആയാലും പിന്നെ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അങ്ങനെ വ്യത്യസ്ത വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഒരു ഏകോപനത്തിലൂടെയാണ് നമ്മൾ ഈ തുക കണ്ടെത്തുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മുടെ സീസൺ 8 എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ഒരു കോസ്റ്റ് എഫക്റ്റീവ് അല്ലാതെ, കാര്യക്ഷമതയോടെ അല്ലാതെ, സുതാര്യമായിട്ടല്ലാതെ ഒരു പ്രവർത്തനങ്ങളും ഇത്തവണ നമ്മൾ നടത്തുന്നില്ല. നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് കൃത്യമായി ഡേറ്റ് ഉണ്ട്. അത് നേരത്തെ തന്നെ ഇൻ്റർനാഷണലി അവർ അറിയിക്കുന്നു. വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ദുബായിൽ വരുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ കാറുകൾ, പുതിയ തരത്തിലുള്ള ആഭരണങ്ങൾ, അങ്ങനെ കോസ്മെറ്റിക്സ്, ഇതൊക്കെ ഒരുപക്ഷെ ദുബായിലെ മാർക്കറ്റിൽ ഫ്ലഡ് ചെയ്യുന്നത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സമയത്താണ്. അതുപോലെ തന്നെ ഒരുപാട് ഡിസ്കൗണ്ട്സ്, ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് പോയാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടഡ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് തന്നെ ദുബായിലേക്ക് ആൾക്കാർ, അതിൻ്റെ ഭാഗമായി ടൂറിസം വളരുന്നു, അവിടെ ഒരുപാട് റവന്യൂ വരുന്നു, ഒരു ഉത്സവ പ്രതീതി, വലിയ സമ്മാനങ്ങൾ. ഈ രീതിയിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒരു വലിയ വിജയമായിരിക്കുകയാണ്.
നമുക്ക് ആ രീതിയിൽ കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനാക്കി മാറ്റാൻ സാധിക്കില്ലേ? അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും അതിനകത്തൊരു ഒന്ന് രണ്ട് ഘടകങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം നികുതി ഘടന നമ്മുടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ ഒരു ടാക്സ് ഫ്രീ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചിലവ് കുറഞ്ഞ് പല ബ്രാൻഡുകൾക്കും ചിലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ നമുക്ക് ലഭിക്കും അവിടെ നിന്ന്. അതേസമയം ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊന്ന് ബ്രാൻഡ് ചെയ്യണമെങ്കിൽ ഈ GKSF സീസണിലെങ്കിലും നമുക്കൊരു ടാക്സ് ഹോളിഡേ അല്ലെങ്കിൽ ഒരു ടാക്സ് ഡിസ്കൗണ്ട് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് അത്തരത്തിലൊരു തീരുമാനമുണ്ടായി അത്തരത്തിൽ കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇത് ആകർഷണീയമാക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഓണം സീസണുകളിൽ ലഭിക്കുന്നത് പോലെയുള്ള ഡിസ്കൗണ്ടുകൾ നൽകാൻ ബ്രാൻഡ് കമ്പനികളും അതാവശ്യപ്പെടാൻ നമ്മുടെ വ്യാപാരികളും തയ്യാറാകണം. ഇവിടെയുള്ളൊരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ പലപ്പോഴും ധരിക്കുന്നത് ഇതൊരു സർക്കാർ മേളയാണ്, ഇതെന്തോ സർക്കാരിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. സർക്കാരിൻ്റെ പ്രശസ്തിയോ പ്രസിദ്ധിയോ ഒന്നും ഇത്തരം മേളകളെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. മറിച്ച് ഇങ്ങനെ ഗവൺമെൻറ് ഒരു പോസിറ്റീവ് സൈഡ് കാണുമ്പോൾ, ഉദാഹരണത്തിന് ഷോപ്പിങ്ങും ഗവൺമെൻറ്റും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതിൻ്റെ ഇടയിലുള്ള ഒരു മാധ്യമമായി ഇത്തരത്തിലൊരു മേള കാണുമ്പോൾ സ്വാഭാവികമായും ഈ വ്യാപാരികളും അതിനനുസരിച്ച് ചില പ്രിപ്പറേഷൻസ് നടത്തണം. അവരെ കടകൾ അലങ്കരിക്കണം, അവരെ ആളുകളെ ആകർഷിക്കാനുള്ള ചില സ്കീമുകൾ. ഇപ്പം ഞങ്ങൾ സമ്മാനം കൊടുക്കുന്നത്, ഇപ്പോൾ ഇത്തവണത്തെ കൂപ്പണിനകത്ത് 100 കൂപ്പണിൽ 6 സമ്മാനങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ഉറപ്പായി. അപ്പോൾ ബാക്കി 94 പേർക്ക് ഇത് ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ കടക്കാർ തന്നെ ഒരു പ്രൊമോഷണൽ ആസ്പെക്റ്റ് എന്നുള്ള നിലയിൽ അവർക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കാം, അവർക്ക് ചില ഡിസ്കൗണ്ടുകൾ കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ വ്യാപാരികൾ അതിനുവേണ്ടി തയ്യാറാകണം. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കടകൾ ചെയ്യുന്നതിന് വലിയ വലിയ കമ്പനികളുണ്ടല്ലോ, അവർക്ക് ഇത് കൊടുക്കുന്ന കമ്പനികളെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? കമ്പനികളെ ഇതിന് മുമ്പ് കഴിഞ്ഞ സീസണിൽ, ഇപ്പോൾ ഈ സീസണിൽ നമ്മൾ അത്ര ശ്രമം നടത്തില്ല, ഇതിന് മുൻ സീസണുകളിൽ ഈ ബ്രാൻഡഡ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ശ്രമം നടത്തുമ്പോൾ ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഡിസ്കൗണ്ട് കൊടുത്താൽ അവർക്ക് ഇത്ര ടേൺ ഓവർ ബിസിനസ് അഷ്വർ ചെയ്യാൻ ഇവിടുത്തെ വ്യാപാരിക്ക് കഴിയണം. ഇപ്പോൾ ഓണ സമയത്ത് അവർക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ഫെസ്റ്റിവൽ സമയമാകുമ്പോഴത്തേക്കും അത്തരത്തിലൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു ആത്മവിശ്വാസക്കുറവ് വ്യാപാരികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഹോംവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഈ സീസൺ കഴിഞ്ഞ് വിതിനൊരു 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റായി തന്നെ നമ്മൾ അടുത്ത സീസണിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അത്തരത്തിൽ പ്ലാൻ ചെയ്താൽ